കാനഡയിൽ നമ്മൾ വീട് മേടിക്കുമ്പോഴത്തേക്കും എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഹോം ഇൻസ്പെക്ഷൻ മസ്റ്റായിട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ ഈ ഒരു ഹോം ഇൻസ്പെക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഒരു സംശയമുള്ള കാര്യമാണ്. ഹോം ഇൻസ്പെക്ടേഴ്സ് ഒരു എക്സ്റ്റീരിയർ ചെക്കിംഗ് നടത്തും. അതായത് ഈ റൂഫിന്റെ കാര്യങ്ങൾ, അതിന്റെ ഗട്ടേഴ്സ്, സൈഡിങ്, ഡ്രെയിനേജ്, ആ കാര്യങ്ങളൊക്കെ അവര് നന്നായിട്ട് നോക്കും. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി നമ്മളോട് പറയും. പിന്നെ രണ്ടാമത്തെ ഒരു ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ചെക്കിംഗ് ആണ്. അത് ഹൈഡ്രോവാക്ക്, ഇലക്ട്രിക്കല്, പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ടേഴ്സ് ചെക്ക് ചെയ്യും. ഈ ഇൻസൈഡ് ചെക്കിങ്ങിനകത്ത് ബേസ്മെന്റ് നന്നായിട്ട് നോക്കും. അവിടെ എന്തെങ്കിലും മോയ്സ്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ ആറ്റിക് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻസ്പെക്ടേഴ്സ് നോക്കാറുണ്ട്. അതായത് നമ്മുടെ സീലിംഗിന്റെ, നമ്മുടെ റൂഫിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് ആണ് ഈ ആറ്റിക്. അവിടെയൊക്കെ വെന്റിലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് ഇൻസ്പെക്ടേഴ്സ് നോക്കാറുണ്ട്. പിന്നെ കുറെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ചെക്കിങ്ങുകളും ഹോം ഇൻസ്പെക്ടേഴ്സ് നടത്താറുണ്ട്. അതായത് ഈ ഒരു സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, റെയിലിങ്ങുകൾ, GFCI ഔട്ട്ലെറ്റ്സുകൾ, അതൊക്കെയെന്ന് ഇൻസ്പെക്ടേഴ്സ് നോക്കാറുണ്ട്. ഈ ഹോം ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വിത്ത് ഫോട്ടോസ് കിട്ടും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വീടിന്റെ കണ്ടീഷൻ ക്ലിയർ ആയിട്ട് ഏത് അവസ്ഥയിലാണ് വീട് നിൽക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഓഫർ കൊടുത്തപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് നമുക്ക് സെല്ലറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഈ ഒരു റിപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കനേഡിയൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.